മൈ ജീപ്പ് മെഗാ സെയിൽ ഫെസ്റ്റിവൽ നവംബർ 5, 6, 7 തീയതികളിൽ. അത് ബാലിച്ചേട്ടന്റെ അളിയെ എന്റെ പൊന്നോ തള്ളന്ന് വെച്ച് ഒടുക്കത്തെ തള്ളു പോടാ. അങ്ങനെ കണ്ട അങ്ങനെ തോന്നുന്നു. കൊടുവാളാണ് കൊടുവാള്. എടാ പോടാ, ഒരാളെ കുറിച്ച് നമ്മളങ്ങനെ ഒന്നും പറയാൻ പാടില്ല. പിന്നെ ഞങ്ങളുടെ അനുഭവം കൊണ്ട് പറയാണ്. എടാ എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾ അങ്ങേരെ കീറി ചൊറിഞ്ഞാണ് നിങ്ങളുടെ സ്വഭാവത്തിന്. അങ്ങേരെ തിരിച്ച് മാന്തി. ഇതല്ലേ സംഭവം. എനിക്ക് മനസ്സിലായി. നിനക്ക് പറഞ്ഞാ മനസ്സിലായി, അനുഭവം കൊണ്ടേ മനസ്സിലാവുള്ളൂ. എടാ 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 നിനക്കൊന്നും ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ അറിയത്തില്ല. ഞാൻ കാണിച്ചു തരാം. നിന്നോ അവിടെ നിന്നോ. കണ്ടോ മുത്തു എടാ മുത്തു എങ്ങോട്ടാണ് പോന്നേ? പണിയുണ്ട് ചേട്ടാ. എടാ വേറെ വണ്ടി എടുത്തിട്ട് പോണ പണിയുണ്ടെങ്കിൽ വണ്ടി പിന്നെ വന്നെടുത്തോളാം. ഓടിയത് അല്ല തള്ളുവണ്ടി. അല്ല തള്ളുവണ്ടി അല്ല ഉന്തുവണ്ടി. അവന്മാർക്ക് എന്താ ഉന്തുവണ്ടിയുടെ ആക്രിക്ക് അതിന്റെ കാര്യത്തിന് വേണ്ടി പോയതാ. അല്ല അവന്റെ ആക്രി ബിസിനസിന്. നിങ്ങളൊക്കെ എന്താ മക്കളെ ഇങ്ങനെ? എന്താ ഉന്ത് വണ്ടി കൊണ്ട് എന്ത് കിട്ടാനാ? അല്ലാതെ ആക്രി. അവൻ ആക്രി. എടാ അതൊക്കെ ഈ ബിസിനസ് കൊണ്ട് നിങ്ങളൊന്നും ആവത്തില്ല. പേരെന്താന്ന് പറഞ്ഞേ? എന്റെ പ്രശ്ന ശ്യാമേ. 1982 ഞാൻ ചെന്നൈയിൽ ചെന്ന സമയം ഞാൻ ആദ്യമായിട്ടൊരു ഉന്തുവണ്ടിയിൽ ബിസിനസ് തുടങ്ങിയത്. ഉന്തുവണ്ടി ബിസിനസ്സാണ് തുടങ്ങിയത്. പക്ഷെ അത് ഫ്ലോപ്പായിരുന്നു, ഭയങ്കര ഫ്ലോപ്പായിരുന്നു. പക്ഷെ കണ്ടെന്നറിയോ, ഞാൻ അന്ന് ബിസിനസിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു. അങ്ങനെ പഠിച്ച് ബിസിനസ്സിൽ ഞാൻ ഒരു നിലയിലെത്തി. ഇന്ന് ഈ കാണുന്ന ബിസിനസ് മാഗ്നറ്റ് ആവാൻ കാരണം അന്നത്തെ എന്റെ ഫ്ലോപ്പിനെ കുറിച്ചുള്ള എന്റെ കൃത്യമായ അറിവാ. അത് മനസ്സിലാവുന്നുണ്ട്. എത്ര വയസ്സായി ശ്യാമിന്? 22. എത്ര? 22. എന്ത് ചെയ്യുന്നു? അല്ല മനസ്സിലായില്ല, എന്ത് ചെയ്യുന്നു? ശ്യാമേ 10-22 വയസ്സായ നിങ്ങൾ ഇങ്ങനെ ഒരു ലക്ഷ്യബോധമില്ലാന്നിരിക്കുന്നത് ശരിയാണോ? ശ്യാമേ ഈ 22ാമത്തെ വയസ്സിൽ എനിക്ക് സ്വന്തമായിട്ട് ചെന്നൈയിൽ ഒരു ബിസിനസ് ഉണ്ട്. ബിസിനസ് ശൃംഖലയുണ്ട്, അറിയാമോ? ഒരു ബിസിനസ് ശൃംഖലയുണ്ട് അവിടെ. വിഷ്ണുവേ, നീ കുട്ടികളെയും കൂട്ടി വീട്ടോട്ട് പോകും. ഞാൻ ശ്യാമിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ. അല്ല വിഷ്ണു ഞാൻ പോട്ടെ. അല്ല നിക്ക് ശ്യാമേ, ശ്യാമോട് നിക്കേ. അല്ല അങ്ങനല്ല. അതെ, ശ്യാമ് വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. നമുക്ക് അവന് കൃത്യമായ ഉപദേശങ്ങൾ കൊടുത്ത് അവര് നല്ലതിൽ എത്തിക്കണ്ടേ? അതുകൊണ്ട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞേ. ശ്യാമേ എനിക്ക് വീട്ടിൽ വരെ പോണായിരുന്നു. അമ്മ അന്വേഷിക്കും. അപ്പൊ ശ്യാമ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോയിട്ട് സമയം കണ്ടെത്തി എൻ്റെ അടുത്ത് വരണം. സമയം ഉണ്ടപ്പോൾ വരുന്നല്ല, സമയം കണ്ടെത്തി എൻ്റെ അടുത്ത് വരണം. എന്താ അറിയോ, എനിക്ക് എന്നാലും നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. വരുമ്പം മുത്തുവിനെ ആനന്ദിനോടെ കൂട്ടിക്കും. അമ്മ രക്ഷപ്പെട്ടു പോട്ടെ. നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ വേണ്ടി പറഞ്ഞു. നിങ്ങൾ ബിസിനസ്സോ ബാക്കി കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് അവന്മാരെ കൂട്ടി വേണം വരാൻ. മനസ്സിലായല്ലോ? ഓക്കെ, സമയം കണ്ടെത്തി വരണം. ഉറപ്പാണല്ലോ? ഓക്കെ, ഒറ്റയ്ക്ക് നീ ഷെയർ ചെയ്യും നോളേജ്. നല്ലതാ. എന്റെ മോനെ, നിങ്ങൾ പറഞ്ഞപ്പോ ഉണ്ടല്ലോ ഇത്രയും വലിയ വണ്ടിയുമല്ല ഞാൻ വിചാരിച്ചില്ല. അല്ലടാ, പാവം മനുഷ്യനല്ലേടാ. എടാ ശവത്തെ കുത്താടാ. ഇപ്പൊ മനസ്സിലായല്ലോ, ചെറിയാതെയും വന്ന് മാന്തുന്ന ആളാണ് അങ്ങേരുന്നു. നിങ്ങളെ കൂട്ടി അങ്ങോട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, വിശദമായിട്ട് പരിചയപ്പെടാൻ. നന്നായിരിക്കും. പരിചയപ്പെടാൻ മതി. ബാ രക്ഷപ്പെടാം. ഇനി ആ ഏരിയ കൂടി പോകണ്ട. പത്ത് പതിങ്ങി പമ്മി നടക്കും കുന്നിക്കുഴിമടിയൻ ആമച്ചട്ടന് ഒട്ട പറഞ്ഞു തീർന്നില്ല. ആമച്ചട്ടന് ഒട്ടക്കാരി പറഞ്ഞു. രാമയും 3 മുയലും പറഞ്ഞു. കണ്ട ഓടാൻ പോയാണ്. പാട്ട് കേൾപ്പിച്ചു കൊടുക്കണേ. അളിയോ അളിയോ ഓടി തളർന്ന അളിയാ ഓട്ടക്കാര്. ഞാനും പണ്ട് ഓടാൻ പോവായിരുന്നു അളിയാ. അളിയൻ ഞാനും പണ്ട് ഓടാൻ പോവായിരുന്നു. എനിക്കറിയാലേ, ഓടാൻ പോയ കഥയല്ലേ? എനിക്കറിയാം. ഓട്ടോ വിളിച്ച് തിരിച്ചു വന്ന കഥ അറിയാളിയാ. കേശുവേ, അച്ഛൻ കേശുവിനെ വിളിക്കണ്ട. ആ കഥയിൽ നിന്നുള്ള പുൽനാമ്പുകൾക്ക് വരെ അറിയാം. പുൽനാമ്പുകൾക്ക് ചെയ്യാം. മതിയായിരുന്നു. അമ്മ പോയാ? അമ്മ പോയടേ. ഞാൻ നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്നേ. പക്ഷെ അളിയെന്നെ അറിയാല്ലേ, എൻ്റെ ശരീരപ്രവൃത്തി അറിയാല്ലേ. വ്യായാമം ചെയ്താലോ ഡയറ്റ് ചെയ്താലോ ഷൂന്ന് പോകും. അത് 2 ദിവസം കൊണ്ട്. അത് നീനും ഇഷ്ടമില്ല. അതാണ് കാര്യം. ഉടൻ തന്നെ അവളെ പാല് മുട്ടയും പുഴുങ്ങി ഏത്തപ്പഴമൊക്കെ തിന്ന് എന്നെ പരിപോഷിപ്പിച്ച് എന്നെ ഇങ്ങനെ ഗുണ്ടാരിരുത്തും. ഈ ശരീരപ്രവൃത്തി നമുക്ക് ഇഷ്ടം. അപ്പൊ അച്ഛൻ പറഞ്ഞു പറഞ്ഞു, അമ്മ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഉരുണ്ടിരിക്കണമെന്നാണ്. എന്താ അളിയ വേറെ ഒന്നുണ്ടല്ല. ഞാൻ സ്ലിം ആയിരുന്നു, എനിക്ക് സൗന്ദര്യം കൂടും, കളർ കുറച്ചുകൂടെ വരും. അത് അവർക്ക് പിടിക്കൂല. അത്രേ ഉള്ളൂ കാര്യം. എന്റെ പൊന്നു വല്യമാമ, ഇത് സംഭവം വേറൊന്നുമല്ല. എനിക്കും അച്ഛനും ഒരേ ശരീരപ്രകൃതമാണ്. ഏകദേശം കുറച്ച് തടി വെക്കുന്നതാണ് ഞങ്ങൾ രണ്ടുപേരും. നമ്മുടെ നെയ്യാറ്റിന്റെ അപ്പൂപ്പന്റെ എന്റെ അച്ഛൻ അതേ ശരീരപ്രവൃത്തിയാണ് എനിക്കും കേശുവിനും. അതെ, ബാക്കിയുള്ളൊക്കെ പടവലം കൂറാണ്. ഒരു മരുന്ന് കടണം കണ്ടില്ല. കളിയാ
ഞാനും പടവലത്തെയാ. ഇതിനറിയണ്ട ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാണല്ലോ. എല്ലാം കൊള്ളാം, പക്ഷെ അമ്മയില്ലാത്ത സമയത്ത് അമ്മയെ പറ്റി കുറ്റം പറയണത് മോശമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. എടാ അതിന് അളിയെ കുറ്റമൊന്നും പറഞ്ഞില്ല. അളിയുടെ കാര്യമല്ലേ പറഞ്ഞു. അളിയെ പണ്ട് പോലെ അങ്ങനെ ഈ ചെറുപ്പം പോലെ അങ്ങനെ തന്നെ ഈഗോ വരും. ആർക്ക്? നീലുവിന്. അവളൊക്കെ കുറച്ചുകൂടെ കളറുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് വരും. അവളൊരു ഡയറ്റിങ് എടുത്ത് അവളൊക്കെ കൂടുതൽ നമുക്ക് ഡയറ്റിങ് അയച്ച് നമുക്ക് വണ്ണമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അവിടെ ഈഗോ വരും. അമ്മക്ക് ഈഗോയാ ബെസ്റ്റ്. അമ്മക്ക് ഈഗോ അല്ല, ഈഗോയുടെ അമ്മയാണ് അവള്. അളിയ അളിയൊരു കാര്യം പറയണോ? ഇന്നാള് ഞാനും അവളും കൂടെ പാലേരി ഒട്ട വഴി പോവായിരുന്നു. അവൻ്റെ പഴയ ഫ്രണ്ട്, അവന് ഇത് ഭാര്യയാണെന്ന് അറിഞ്ഞൂടാ. നീ കണ്ടിട്ടില്ല. എന്നെ ചോദിക്കണം, അല്ലെ എവിടെ പോകണം? ഞാൻ എടാ വയലിൽ വരെ പോകണം. ഇതാര്? മൂത്ത ചേച്ചിയാണ്. നീരിത് കേട്ടു. എൻ്റെ ദൈവമേ, വീട്ടിൽ വന്ന് ഇനി എന്നെ പറയാനൊന്നുമില്ല. പിന്നെ തൊട്ട് ഞാൻ ഓടാൻ പോയാലോ ചാടാൻ പോയാലോ ഡയറ്റ് ചെയ്താലോ എപ്പോഴും എന്നെ വഴക്ക് പറയും. അവർക്ക് ഞാൻ തിന്ന് ഇങ്ങനെ പീപ്പന്നിയെ പോലെ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഈ കോയിലളിയാ എന്റെ പൊന്നെ, ഇത് കേട്ടോണ്ട് എനിക്ക് എമ്മാര് തള്ളു. തള്ളേ പറയുമ്പോ പിടിച്ചില്ല അവര്. അച്ഛാ മുടിയും ഞാൻ മാത്രമല്ല അമ്മയെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പിടിച്ചില്ല. അടിച്ചോ മകളെ പാരട്ടി പാല് ബിസ്ക്കറ്റ്. പിന്നെ പാല് ബിസ്ക്കറ്റ് കൊച്ചിന് വേണ്ട. വന്നേ അവളെ പിടിച്ചു. ഈ മക്കളെ പാലുണ്ടേ. തള്ളേരെ കാര്യം പറഞ്ഞപ്പോ എല്ലാം ഒറ്റക്കെട്ട്. അളിയെ പേടിക്കണ്ടല്ലേ? അളിയനോട് ഞാനല്ലേ ആ ധൈര്യം എനിക്കുണ്ടളിയാ. അളിയാ ആ മൊത്തത്തിലേ വിയർത്തൊരു പരിപാടിയിരിക്കാം. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അളിയും കൂടി. എനിക്കിപ്പോ ഈടായിട്ട് വെറുക്കാറില്ല. എന്നാലും ചെറുതുവരെ പൊക്കളഞ്ഞല്ലേ. കൊള്ളാമോ? നോക്ക്, ടേസ്റ്റ് നോക്ക്. കൊള്ളാമോ? ഉപ്പുണ്ടാ? പുളിയുണ്ടാ? കൊള്ളാമോ? വെറുതെ കള്ളം പറയല്ലേ. കൊള്ളാമോ? ഒരു മതാ. ഓ അടുത്തത് എടേ ആവട്ടെ തരാപ്പോ. അളിയാ ഓ അളിയനെന്ത് പാചകം? പിന്നെ അല്ലാതെ. അപ്പൊ എന്താ നീലൊന്നും ഉണ്ടാക്കുകയാണോ പോയെ? നീലുണ്ടാക്കും. നീല് ദോശ ഉണ്ടാക്കുക എപ്പോഴും. ബാക്കി രുചിയായിട്ട് വല്ലതും കഴിക്കണോ? ഞാൻ അടുക്കളയ്ക്കത് കാരണം. എന്റെ അമ്മ ആണ്ടിൽ സംക്രാന്തിക്ക് എപ്പോഴെങ്കിലും അടുക്കളയിൽ കയറുന്നിട്ട് ഒരു വർഷം മൊത്തം അതിന്റെ മഹത്വം പറഞ്ഞോണ്ടോ. സാമ്പാറോട് ഇത് ബാക്കി ചോദിച്ചോളായി. അളിയാ ഓ ഈ ദോശ ഒന്ന് മാറ്റി പിടിക്കാൻ തീരുമാനോട് പറഞ്ഞൂടെ? എന്റെ വല്യമ്മാവാ, ദോശയാണ് ഇവിടുത്തെ ദേശീയ ഭക്ഷണം. അത് മാറ്റാനായിട്ട് അമ്മയടുത്ത് പറയല്ലേ, മാറ്റൂല. അല്ലല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടാ, ഈ ദോശയിൽ അവർക്ക് ആരെങ്കിലും കൈവശം കൊണ്ടിട്ടുണ്ടോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ സ്ഥിരമായിട്ട് അമ്മ പുട്ട ഉണ്ടാക്കണേ. ആ ഈ ദോശ അവക്ക് എവിടെ നിന്ന് അറിയില്ല അളിയാ. അളിയാ ഈ പാറക്കൂട്ട് ജനിച്ചതിന് ശേഷം ദോശ അല്ലാതെ വേറൊരു പലഹാരം ഇവള് കണ്ടിട്ടേ ഇല്ല. എന്റെ പൊന്നു ആ പറഞ്ഞ് ഇത്തിരി ഓവറാച്ച. അങ്ങനെ ദോശ എപ്പോഴും ദോശയല്ല. ദോശ ബിസി ആകുമ്പോൾ മാത്രമാണ് ദോശ പെട്ടെന്ന് ഉണ്ടാക്കിയിരുന്നത്. എല്ലാ സമയത്ത് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്? ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, പുട്ടുണ്ടാക്കിയിട്ടുണ്ട്, വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളയപ്പത്തിന്റെ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അളിയാ ഇമോഷൻ ആവാതെ അളിയാ. ഇമോഷൻ ആവും അളിയാ. എനിക്ക് ദോശ ഇഷ്ടമാണ്, എനിക്ക് വെള്ളയപ്പം ഇഷ്ടം. ഇവിടെ എനിക്ക് വെള്ളയപ്പം ഉണ്ടാക്കി തന്നെയില്ല. എനിക്ക് വെള്ളയപ്പം സ്റ്റൂ എന്ത് ഇഷ്ടമെന്ന് അറിയാമോ? പക്ഷേ ഈ ദോശ കഴിച്ച് കഴിച്ച് എൻ്റെ നാക്കിലെ ടേസ്റ്റ് ബസ് മൊത്തം തേങ്ങ അരിഞ്ഞില്ലാതെ ബ്ലൈൻഡ് പോലെ ഉണ്ടാ. അളിയാ അവളുടെ പണ്ട് പോലൊരു ശീലം അതാ. അവൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ അവള് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ള ഇഷ്ടമുള്ള നോക്കത്തില്ല. പിന്നെ ഒരു തരം എന്താ അറിയോ, അവളുടെ ഒരു തരം പണി തീർത്ത് പോവുക, അവളുടെ കടമ തീർക്കും, അത്ര മാത്രമേ. അത്രേ ഉള്ളൂ. ഇതാണ് അളിയൻ ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലായല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ എന്തുകൊണ്ടാണ് സ്വത്ത് എഴുതാ വസ്തു എഴുതാ എന്നൊക്കെ പറഞ്ഞ് ശല്യപ്പെടുത്തുന്നത്? അളിയ കാര്യം പറ. എനിക്ക് എത്ര മക്കള്? 5. 5 മക്കള്. ഈ 5 മക്കൾക്ക് പോഷകാഹാരം കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ല, ഇവിടെയില്ല. അതുകൊണ്ടാണ് ഞാൻ വസ്തു എഴുത്താ അല്ല, എനിക്ക് പുട്ടടിക്കാനല്ല. 5 പിള്ളേർക്ക് പോഷകാഹാരം കൊടുക്കാൻ 4 ഏക്കർ വസ്തു. എന്തോന്ന് കേട്ടോ? ആ തരും. അളിയാ രാവിലെ ഓടിയണ്ടാന്ന് തോന്നുന്നു. എനിക്ക് നല്ല വിശപ്പ്. എനിക്ക് എന്താ കഴിക്കാൻ? അളിയ നല്ല സാമ്പാറുണ്ട്, നല്ല ദോശ ചുട്ട് വെച്ചിട്ടുണ്ട്. അളിയനും ദോശത്തെ അളി ഈസി മേക്കിങ് ദോശ പറ്റിയാണ്. മറ്റേത് പുട്ടൊക്കെ ആണെങ്കിൽ മാവ് കഴിക്കണം, പിന്നെ അപ്പം ആണെങ്കിൽ പിന്നെ കപ്പി കാച്ചണം അല്ലേ? കുറ്റം പറയണം. അവള് ചെയ്യണം കുഴപ്പമില്ല അല്ലേ? അത് അവളുടെ കടമ, അത് അവള് ചെയ്യണം. പക്ഷെ അളിയന് വരുമ്പോൾ അളിയൻ അതല്ലല്ലോ, അത് മാറ്റമില്ലടാ. അതൊരു മാറ്റമുണ്ട് അതിന്. അളി എനിക്ക് ദോശ ഒരു പാത്രം ഒരു പാത്രം. ചേട്ടാ. ആ രമേ എന്ത് ചേട്ടാ എന്ത് ചേട്ടാ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ആര് വരാൻ പറഞ്ഞു? അതെ ഞാൻ ആ മീറ്റിംഗിലായിരുന്നേ. എന്ത് മീറ്റിംഗില്? ചേട്ടാ നമ്മുടെ മണി ചെയിന്റെ. അതിന് പൊട്ടിയില്ലേ ഇതുവരെ? എന്തോന്ന് ചേട്ടാ? ഞാൻ മീറ്റിംഗിലായിരുന്നു, അപ്പൊ ചേച്ചി വിളിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വെള്ളയപ്പം ഉണ്ടാക്കാന്ന്. ഇവിടെ ആരും വിരുന്നുകാര് വരുന്നുണ്ടോ? വെള്ളയപ്പം ഉണ്ടാക്കാനാ? ഓ തന്നെ വെള്ളയപ്പം ഫോൺ ആരെങ്കിലും വരുന്നുണ്ടാവും വിരുന്നുകാര്. വിളിക്കണോ? ഹലോ ഇത് നീലു? ആ വെള്ളയപ്പം
എൻ്റെ രമയും ഇവിടെ വന്ന് രമയും പറഞ്ഞ് വെള്ളയപ്പം വന്നു ഇല്ല. ഞാൻ പറഞ്ഞില്ല ഈഗോയാ. എനിക്ക് നിന്നോടാ നെവർ. അയ്യേ എനിക്കെന്തോന്ന് ഈഗോ? വെള്ളയപ്പത്തിന്റെ കാര്യം എടീ ഞാൻ വെള്ളയപ്പം പറഞ്ഞതേ അതല്ല. ഡേ അല്ലേ ഡേ ഡേ എന്തുപറ്റി? വെള്ളയപ്പം ആരോ ഒറ്റി കൊടുത്തു കേട്ടാ. ഒറ്റിയോ? എന്ത്? മുടിയാ മുടിയോ വാടാ ഇവിടെ അന്തര വാ ഒന്ന് അനങ്ങാൻ നോക്കിയിരിക്കണടാ. എന്താ പറയണത്? നീ ഒറ്റ കൊടുക്കടാ. അച്ഛൻ എന്തോന്ന് വെച്ചാ പറഞ്ഞു എനിക്ക് മനസ്സിലാവണല്ലോ അച്ഛൻ. അന്തര വായിന് എന്തെങ്കിലും വീഴ്ന്നു കഴിഞ്ഞാ വള്ളി പുള്ളി തെറ്റാ തള്ള ചെവിയിൽ എത്തിച്ചു കൊടുക്കും. അയ്യോ ഞാൻ മനസ്സാ വാച കർമ്മണ നിന്റെ മർമ്മത്തിന്റെ അടിയാണ് ഞാൻ. പരസ്പരം ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് മനസ്സിലാവണടാ. എടാ ഞാൻ ഇവിടെ അടക്കള വെച്ച് പറഞ്ഞില്ലേ ഇതിനെ പറ്റി വേറെ ഒന്നും പറഞ്ഞില്ല. ആ പറഞ്ഞേക്കെ വള്ളി പുള്ളി തെറ്റാ അവിടുന്ന് പറഞ്ഞു കൊടുക്കടാ നോണയായി. അയ്യോ അത് ഞാനില്ല ചെയ്ത് ഉറപ്പിന് ഞാനില്ല. ചേട്ടൻ എന്ത് ചേച്ചിയെ കുറിച്ച് പറഞ്ഞത്? മിണ്ടാണ്ടിരുന്നേ. ഞാനല്ല സത്യമായിട്ട് ഞാനില്ല. നിനക്ക് ഒരിടത്ത് പറഞ്ഞ സ്വഭാവം അത് കേട്ടിട്ട് വേറെടുത്ത് പറഞ്ഞ സ്വഭാവം നിനക്കുണ്ട്. പണ്ടുണ്ടായിരുന്നു വെച്ചാ. പക്ഷെ ഇപ്പൊ എന്റെ ആരോഗ്യത്തിന് ഹാനികരാണെന്ന് പറഞ്ഞ ആരോഗ്യത്തിന് ഹാനികരാണെന്ന് പറഞ്ഞ അങ്ങനെ പറയാതിരുന്ന നിന്റെ ആരോഗ്യത്തിന് ഹാനികരം ആവൂല. അല്ലെങ്കിൽ ഇടിക്കുന്ന കൂമ്പനാവാൻ. ഇത് ഞാനില്ല. പിന്നെ ആടാ ഞാനില്ല. പിന്നെ ആടാ കേശവ് എന്റെ പുറം ഫ്രീ ആയിട്ട് കിടക്കാനുണ്ട്. ഞാൻ നിനക്ക് ഒറ്റ കൊടുക്കുന്ന സ്വഭാവമുണ്ട്. ഈ ഇടയ്ക്ക് നിനക്ക് തുടങ്ങിയതാണ്. നിന്ന നിപ്പിൽ നീ കളം മാറും. എനിക്കറിയാം നിന്നെ. അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? ഒട്ടുമില്ല. പണ്ട് വിശ്വാസമുണ്ട്, ഇപ്പൊ ഒട്ടുമില്ല. അച്ഛാ ഇവനല്ല നിർത്തിവനല്ല. പിന്നെ ആര് നീയാ? അച്ഛാ ഞാൻ കട്ടാണ്ടായിട്ടാണ്. നേരെ വാ നേരെ പോ. എന്തെങ്കിലും ഞാൻ നേരിട്ട് അങ്ങ് പറയും. അല്ലാണ്ട് ഈ ഫോണിൽ വിളിച്ച ചേച്ചിന്റെ കുത്തേണ്ട കാര്യം എനിക്കില്ല. ഇയാളാണോടോ? അല്ല നിന്നെ ലിസ്റ്റിൽ ചേർക്കേണ്ട സമയമായി കഴിഞ്ഞു കേട്ടാ. പോട് ചെല്ല് പോണേട്ടാ. ഓ എന്റെ പൊന്നു ചേട്ടാ, ഞാനല്ല ചേട്ടാ, ചേച്ചി വിളിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. വെള്ളയപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഞാൻ എന്ത് പറയാനാണ് ചേട്ടാ? ഒരു ഗ്ലാസ് കട്ടൻ ചായ. മുടിയനായിരിക്കും. മുടിയൻ തന്നെ എവിടെ പിടിക്കടാ. എന്താണ് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നേ? എന്റെ മാമ വീടിനത് അടിയന്തരാവസ്ഥയാ. അടിയന്തരാവസ്ഥ? അതെന്തൊരു? ഓ മാമ നേരത്തെ അച്ഛൻ അമ്മയെ കുറിച്ച് ഓരോന്ന് പറഞ്ഞില്ലേ? അതാരെ വിളിച്ച് അമ്മയടുത്ത് പറഞ്ഞു? ആര് പറയാൻ? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ചേട്ടനായിരിക്കും, അല്ലാണ്ട് ആരാവാൻ? ആര്? മുടിയനാ? ഓ മാമ ഒരാളൊരു കുറ്റം ചെയ്താ അത് താനാണ് ചെയ്തതെന്ന് ഏറ്റു ഒരാളുള്ള ചങ്കുറ്റം വേണം. അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പോരുന്നു വെറുതെ ബാക്കിയുള്ളവരെ കൂടെ സംശയത്തിന് നേരിലാക്കാനായിട്ട്. എടാ അതിപ്പോ വിഷ്ണു എന്നല്ല, ആരാണെങ്കിലും അവിടെ കേൾക്കുന്ന കാര്യം ഇവിടെ വന്ന് പറയുക, ഇവിടെ കേൾക്കുന്ന കാര്യം അവിടെ വന്ന് പറയുക. അത് നല്ല ശീലമല്ല കേട്ടാ. മാമനി പറയാനടുത്തൊന്നും ഞങ്ങളാ ചെയ്തത്. ഞങ്ങളല്ല, ആരാണെങ്കിലും ചെയ്ത് തെറ്റാ. എടാ നിങ്ങളെന്നല്ല, ആരാണെങ്കിലും ചെയ്യുന്നത് തെറ്റാണ്. അതും ഈ ചെറുപ്പത്തിലെ. അത് മുളയിലെ നുള്ളേണ്ടതാ. എന്നിട്ട് അളിയനോടെ? അളിയനോടെ? അകത്ത് കരുതുള്ള ഇരിപ്പുണ്ട്. ആണാ? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ റൂമിലോട്ട് പോകോ, ഞാൻ അളിയോടൊന്ന് സംസാരിക്കട്ടെ. ആണോ? പൊക്കോ. അളിയോ, അളിയാ, അളിയാ, അളിയ വാ. അളിയ ഇരിക്ക. അളിയാ, എന്താ അളിയ വിഷയം? അളിയാ എനിക്കിവിടെ കമാന്നൊരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. അപ്പൊ തന്നെ പിള്ളേരെ തള്ളാരെ ചെവി എത്തിക്കും. ചേട്ടാ വെള്ളയപ്പം ഇപ്പൊ ഉണ്ടാക്കണോ വൈകുന്നേരം ഉണ്ടാക്കണോ? ഇവിടെ എന്ത് ചെയ്യാൻ? എടി ഒന്നും വേണ്ടെന്ന്. അപ്പം വേണ്ടേ? എടി അപ്പം വേണ്ട, ദോശ വേണ്ടേ ചേട്ടാ? അപ്പോൾ വേണ്ടേ? അപ്പോൾ വേണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞ നെല്ലിപ്പൊല കണ്ട് ഞാൻ നിൽക്കാണ്. ഇപ്പൊ ക്ഷേമ നെല്ലിപ്പൊല പോ നീ പോ. അളിയ ഇരിക്കും. അതെ ടെൻഷൻ ആവല്ലേ, ഞാൻ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാം. വിഷ്ണു, ശിവ, കേശു, കേശു, ശിവ. ചേട്ടാ മാമ ഒരു കാര്യം പറയാലോ, എനിക്ക് ഈ രക്തത്തിന് ഒരു പങ്കുമില്ല. ഞാൻ എന്റെ മീറ്റിംഗ് പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ചേച്ചി വിളിച്ചിട്ട് ഓടിപ്പടച്ച് വന്നതാ ചേട്ടാ. പകുതി വഴി ഉപേക്ഷിച്ചില്ലെങ്കിൽ അവളെ പിടിച്ചാൽ കളക്ടർ ആക്കിയാ. ചേട്ടാ ഞാൻ കഷ്ടപ്പെട്ട് ഓടി അളിയിരിക്കേ. എടാ നിങ്ങൾ അങ്ങോട്ട് നീങ്ങണ്ടേ, മൂന്നൊരാളെ തന്നെ
ഞാനൊരു കാര്യം ഞാൻ പറയാം. ദേ നോക്കടാ. ഞാനൊരു കാര്യം ഞാൻ പറയാം. ഞാൻ അളിയന്റെ കൂട്ടല്ല. എനിക്ക് ദേഷ്യം വന്നോണ്ടല്ലോ പിടിച്ചാ കിട്ടൂല. എന്താ ചിരിക്കുന്നത്? പിടിച്ചാ കിട്ടൂല. ഇത് നിങ്ങൾ ആരാണ് ചെയ്തെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞോണം. നിങ്ങൾ ആരാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് ഇപ്പൊ പറഞ്ഞോണം. വിഷ്ണു, എന്റെ പൊന്ന് വല്യമ്മ, ഞാൻ കാല് പിടിച്ചറിയാം, ഞാനല്ല. ചോദിക്കണ്ട, ഞങ്ങളും അല്ല. അല്ല, സത്യം. സത്യമായിട്ടും ഉറപ്പാണല്ലോ? നിങ്ങൾ ആരും അല്ലെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ? ഇനി ചോദിക്കുമ്പോ മാറ്റി പറയല്ല. ഇല്ല. ഇപ്പൊ പൊക്കോ. അഥവാ നിങ്ങൾ ആരെങ്കിലും ആണെന്ന് ഞാൻ അറിഞ്ഞാൽ, ചിരിക്കാനടാ, നിങ്ങൾ ആരെങ്കിലും ആണെന്ന് ഞാൻ അറിഞ്ഞാൽ 3ന്റെ തോല് ഞാൻ എടുക്കും. പൊക്കടാ, പൊക്കടാ. അല്ലയാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പറഞ്ഞ ഉടനെ എന്തിനാ നീലും അളിയനെ വിളിച്ചിങ്ങനൊക്കെ പറയുന്നത്? ഞാൻ വേറെ ഒന്നും പറയില്ല അളിയ. ഇത് അടിയന്റെ പിടിപ്പേട് തന്നെ, അളിയനെ കൂടെ കൊള്ളാഞ്ഞിട്ട് തന്നെ. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഇത് ചെന്നൈയിലെങ്ങാനും വെച്ചിട്ട് എന്റെ ഭാര്യ എന്നോടായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടല്ലോ, ഞാൻ അവിടെ വെച്ച് തീർത്തന്നെ. അത് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ. രണ്ടെണ്ണം അല്ലെ, കുടുംബ സ്നേഹവും ബന്ധവും അല്ലേ ഏറ്റവും വലുത്, സമാധാനം അല്ലേ ഏറ്റവും വലുത്, അല്ലേ? മനസ്സിലായല്ലേ? അതെ, ഞാൻ നീല് വരുമ്പോൾ അവളോട് ഒന്നും ചോദിക്കട്ടെ, അവളെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് പറയുന്നതെന്ന്. അല്ലെ ഒരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ പോയി ജോലി. ഇത് ഞാൻ നോക്കിക്കോളാം. അളിയെ നോക്ക, അളിയെ വിഷമിക്കല്ലേ, ഞാൻ നോക്കിക്കോളാന്ന്. ഇന്ന് മിക്കവാറും നീതി വരുമ്പോ ഇവിടെ കുടുംബം നടക്കും. കൂട്ടം അളിയെ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം. അളിയ ചെല്ലേ. ഒരു വെള്ളയപ്പം ഇത്രയും പറ്റിക്കോ? അളിയ വീടളിയ, അളിയ ചെല്ലേ. അളിയ ചെന്ന് അളിയന്റെ ജോലി നോക്കി. അളിയ വിട്, ഞാനേ ഇതിന് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. അളിയ വേറെ ഒന്നും ആലോചിക്കണ്ട, എന്താണെന്ന് ഞാൻ നോക്കിക്കോളാം. നീരുവിനെ വിളിച്ച് ഇവിടെ പറയാം, കോംപ്രമൈസ് ഇല്ല. തിരക്കാ. കേശു, കേശുവായി എന്താ വാടാ. എന്താ നിങ്ങളാരും അല്ലല്ലേ? നിങ്ങളാരും അല്ലല്ലേ? സത്യമായിട്ട് ഞങ്ങളാരും അല്ലച്ചാ. വല്യമാന്റെ സ്വഭാവറിയല്ലേ? അങ്ങനെ പറഞ്ഞോലേയും. ആ, ഞാനൊരു കാര്യം പറയാം. ഇതിന്റെ പേര് നിന്റെ അമ്മ എങ്ങാനും എന്നെ കൈവച്ചാൽ അപ്പം ഞാൻ നേരിടും. ചേട്ടാ, ചേട്ടാ ഒന്നിങ്ങ് വന്നേ. അയ്യോ, വെള്ളയപ്പല്ല ചേട്ടാ, ഒന്ന് വന്നേ, ഒന്ന് വാ. ഒരു കാര്യം പറയാം, വാ 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 വാ. എടി, ഞാനേ എത്രയോട്ടും പറഞ്ഞറിയാം അളിയോട്, നിന്നെ കുറിച്ച് ആവശ്യമില്ലാത്തൊന്നും പറയില്ല, ആവശ്യമാണെന്ന് പറയാം. പക്ഷെ അളിയൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നടി. കുടുംബ സമാധാനത്തിന് ഭാര്യമാര് പറയുന്നത് കൂടി കേൾക്കണം എന്ന് അളിയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അളിയൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും അളിയില്ല, നിന്നെക്കുറിച്ച് വീണ്ടും മോശമായിട്ട് പറയാം. ഇപ്പോൾ എന്നെ തന്നെ നോക്ക്, ഞാനെങ്ങനെ വീട്ടുകാർ പറയുന്നിട്ട് അതുപോലെ ഞാൻ ജീവിക്കുന്നത്. എന്താ അളിയൻ എങ്ങനെ ജീവിച്ചാൽ? എന്താ അളിയനും ജീവിച്ചാൽ? പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഞാനാണ് ഇതൊക്കെ നിന്നോട് ഫോൺ ചെയ്ത് പറയുന്നതെന്ന് ഒരു കാരണവശാലും അളിയൻ അത് തന്നെ. അയ്യോ അയ്യോ, എല്ലാം അറിയിച്ചാളിയാ? എന്റെ സ്വന്തം പെങ്ങളല്ലേ അളിയ, പറയാതിരിക്കാൻ പറ്റുമോ? അളിയ, എന്റെ കുടുംബം വെന്ത് വെണ്ണീറായാലും അളിയന്റെ ഒരു നേരത്തെ ചിരി ഉണ്ടല്ല, ഇടിച്ച ചിരി, അത് നിൽക്കരുത് കേട്ടാ. അപ്പ ചുട്ടടിക്ക് അങ്ങ് മുമ്പ് കൊണ്ട് വെച്ചോട്. അപ്പ രമേ, ചമ്മന്തിയോ സാമ്പാറോ? രണ്ടുണ്ട്. എങ്ങനെയുണ്ട് മാമേ? സൂപ്പർ. എടാ, എന്നെ നീരു സഹിക്കണ എന്റെ 10 ഇരട്ടിയായിരിക്കും ഇങ്ങനെ പാല് സഹിക്കണത്. ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെയൊക്കെ ആവുമെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പെണ്ണെടുക്കില്ലായിരുന്നു. പക്ഷെ എന്തോന്ന് ചിരിക്കണ കാര്യം. 90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.